ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഒരു യാത്രയിലാണ് കേട്ടോ. എവിടെയെന്നൊക്കെ നമുക്ക് പോണ വഴിക്ക് അങ്ങനെ പറയാം കേട്ടോ. കുറേ കാലമായി നമ്മൾ എവിടെയും പോയിട്ടില്ല. വെക്കേഷനൊക്കെ ആയി 2 മാസം കഴിയാറായില്ലേ. അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കടപ്പാടുണ്ട് ഇവിടേക്ക് വരാനുള്ളത്. ഒത്തിരി കാലമായി നേർന്ന് വെച്ചിട്ട് സ്വത്തൂന് ആ കൊറോണ ടൈമിൽ നേർന്ന് വെച്ചതാണ് കേട്ടോ. കൊറോണ ടൈമല്ല, ഡെലിവറി ടൈം ആയിരുന്നു. അപ്പോൾ നേർന്ന് വെച്ചതാണ്. ഓൻ്റെ പേർക്ക് ഒത്തിരി നേർച്ചകളുണ്ട് കേട്ടോ. എല്ലാം അങ്ങനെ വീട്ടിൽ വരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഏതായാലും വെക്കേഷൻ അടിച്ച് പൊളിച്ചിനെ നമ്മളെ ബാധ്യതകളൊക്കെ അങ്ങോട്ട് നിറവേറ്റാലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി സിയാറത്ത് ചെയ്തു. സ്വത്തുവിന് കുറച്ച് കാശ് ഇടാനുണ്ടായിരുന്നു, അതിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ച് ഒരു കുപ്പിയും കൊണ്ട് പോയപ്പോൾ കുറച്ച് എണ്ണയും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അവിടുന്ന് അങ്ങനെ നേരെ ഇറങ്ങിട്ടോ. യാസീനും കാര്യങ്ങളൊക്കെ ഓതി സ്വത്തൂന് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഉള്ളം കണ്ട് നിറഞ്ഞു കേട്ടോ. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് എവിടെ സിയാറത്തിന് പോയാലും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മക്ബറയിൽ ഇങ്ങനെ കിടക്കണ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ, വെള്ളം കണ്ട് വരും. അത് എവിടെയായാലും അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ അടുത്ത് തന്നെ അല്ലേ തെയ്യോട്ട പറയണതും അമ്പകുന്നത് പറയുന്നത്. അവിടെ പോയാൽ ഈ ഒരു അവസ്ഥ തന്നെ. ഓലെ സിയാർത്ത് ചെയ്യണം, അവിടേക്ക് ഓലെ നോക്കിക്കഴിഞ്ഞാൽ ഓലെ യാർത്തുമ്മക്കണ്ട് ആ പുതപ്പിലേക്കണ്ട് പൊതച്ച് കിടക്കണേലേക്കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയില്ല, കണ്ണീന്ന് അങ്ങനെ വെള്ളം പോകും കേട്ടോ. ഒരു സങ്കടം. ഞാൻ എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്പിയോലിയക്കന്മാരോടും എൻ്റെ റബ്ബിനോടും മാത്രമേ ഉള്ളൂ പറയാറ്. പിന്നെ സ്വന്തം കുടുംബം, കൂട്ടുകാര്, അങ്ങനെ ആരോടും പറയാറില്ല കേട്ടോ. അങ്ങനെ ഇവിടെ പോയി സിയാറത്തൊക്കെ സ്വത്തുവിന് വേണ്ടി ചെയ്ത് 2021 നേർന്നതായിരുന്നു. അത് ഇപ്പോഴാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അവിടുന്ന് ആ സിയാറത്തൊക്കെ നിറവേറ്റി നേരെ ഞങ്ങൾ അതിൻ്റെ പുറകിലോട്ട് ഒരു വഴിയുണ്ട് കേട്ടോ. അവിടെ വന്ന് അപ്പോൾ അവിടെ ആ പുറകിൽ വരുന്ന ടൈമിൽ തന്നെ ഒരു ചായക്കടയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ പുഴേൻ്റെ വക്കത്ത് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് ഈ പുഴയ്ക്ക് ഇറങ്ങാനല്ലോടില്ല കേട്ടോ, പക്ഷെ ഒരാളവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തും നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ടോ. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ എൻ്റെ വീഡിയോസ് കാണുന്ന പോലെ തന്നെ ചിലർക്ക് വിശ്വാസം ഉണ്ടാവും, ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. എൻ്റെ ഹസ്ബൻഡ് ഇതേമായിക്കാണ് കേട്ടോ. ഇതിനെക്കുറിച്ചിട്ടോ ഈ നേർച്ചക്കടങ്ങൾ വീട്ടിൽ അങ്ങനെ നേർച്ചയിത്താക്കൽ അങ്ങനെ ഒത്തിരി ഇതൊന്നും എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ലായല്ല, വീട്ടാൻ വരൂല. അതുകൊണ്ടാണ് ഇത്ര വൈകിയതും എനിക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ വൈകൂല കേട്ടോ. ഞാനൊക്കെ എന്ത് നേർച്ചക്കടം ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് അത് നിറവേറ്റും. ഇനിയുണ്ട് കേട്ടോ ഒത്തിരി. ഇനി പുത്തമ്പള്ളി, ഏർവാടി, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ആശ്വാസം പോലെ ഓരോരോ ഇതിനിങ്ങനെ വീട്ടണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അങ്ങനെ ഞാൻ അങ്ങനെ അവിടുന്ന് സ്ഥലം വിട്ട് ഇങ്ങനെ പോരുന്ന വഴിക്ക് തന്നെ കുറച്ച് മുട്ടായികളും കാര്യങ്ങളും, പഴയകാല മുട്ടായികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഈച്ച വാങ്ങി അങ്ങനെ അവിടുന്ന് ഇങ്ങനെ നിന്നു കേട്ടോ. ഇതുണ്ടോ, പണ്ട് നമ്മൾ പള്ളികളിൻ്റെ അവിടേക്കൊക്കെ ഇങ്ങനെ സിയാർത്ത് ചെയ്യാൻ പോകുമ്പോഴാണ് ഇങ്ങനത്തെ മുട്ടായികളും കാര്യങ്ങളൊക്കെ അല്ലേ. പണ്ട് കാലം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഒരു മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് കാലമല്ല, 1990 മുതൽ 2000 ഉള്ളിലൊക്കെ ഈ മുട്ടായി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോ പിടിച്ച് നേരെ പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ സിയാറത്ത് ഞങ്ങളെ അവിടുത്തെ ഇടപാടൊക്കെ വിട്ട് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോവാണ് കേട്ടോ. ഇവിടുന്ന് പോണ എങ്ങോട്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ബീച്ചിലോട്ടാണ് പോണേ. ഇവിടുന്ന് ഒരു ഓട്ടോക്ക് ബീച്ചിലോട്ട് പോകാൻ 220 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ ആ 220 രൂപയും കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ട് ഈ ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ സിയാറത്തും ചെയ്തു. ചെറിയൊരു വെക്കേഷനായിട്ട് നമുക്ക് ബീച്ചും കണ്ട് അങ്ങനെ ഈ കൊല്ലത്തെ വെക്കേഷൻ ഇതിലങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ നേർച്ചയെത്താക്കി കടങ്ങളങ്ങോട്ട് നേർച്ചക്കടം വീടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ ഇത് പൊന്നാണി ബീച്ചാണ് കേട്ടോ. പൊന്നാണിയിലുള്ള ബീച്ചാണ്. അമ്മാമ്പുറത്തുനിന്ന് എത്ര കിലോമീറ്റർ ഉള്ളൂ, 220 രൂപയുള്ളൂ കേട്ടോ ഓട്ടോക്ക്. അങ്ങനെ പിന്നെ ബീച്ചിലെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവസ്ഥ അറിയില്ലേ, ബീച്ചിൻ്റെ അവസ്ഥ അറിയില്ലേ. എനിക്ക് പിന്നെ ബീച്ചാണെന്നൊന്നും അറിയില്ല. അങ്ങോട്ട് ഇറങ്ങും, ഞാൻ ബസ്സിലാണ് പോണതെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങോട്ട് ഇറങ്ങും, കുറേ ഓട്ടോ പിടിച്ചും കുറേ ബസ് പിടിച്ചും അങ്ങനെ നമ്മൾ വീട് വന്ന് ചേരണം കേട്ടോ. അങ്ങനെ വെള്ളത്തിലിറങ്ങിട്ടോ. വെള്ളത്തിലിറങ്ങിയ നേരത്തെ സ്വത്തു വെള്ളത്തിൽ വന്ന് വീണിൻ്റെ ശേഷം സ്വത്തുവിൻ്റെ മേത്ത് നിറച്ച് മണലും ഈ ഭയങ്കര ഉപ്പാണ് കേട്ടോ ഈ ഒരു വെള്ളം. കുറച്ചൊന്നുമല്ല, ഭയങ്കര ഉപ്പ്. കയ്യും കാലും തട്ടിയപ്പോൾ തന്നെ ഒരു ഒട്ടലും ഒരുമാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ബീച്ചിൻ്റെ അവിടുന്ന് നേരെ ബീച്ചിലൊക്കെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ നല്ല ഫ്രഷ് മീൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
വെറുതെ അല്ല കേട്ടോ, ഒരു കൊട്ടക്ക് ഒരു ഓരിക്ക് എത്ര രൂപ? അതൊരു കൊട്ടയാണ് കേട്ടോ. ആ ഒരു കൊട്ടക്ക് വെറും 500 രൂപ, 500 രൂപ, 300 രൂപ. അപ്പോൾ ഒരു കാക്ക ചോദിച്ചത് ഒരു ഞണ്ടിതാ വെറുതെ കൊണ്ടുപോയി സൂപ്പ് വെച്ചോളിന്ന്. അതിന് ഇങ്ങോട്ട് ബാഗിലിട്ടായി നമ്മളെ കടിക്കൂലെന്ന് വിചാരിച്ചിട്ട് വേണ്ട, വെറുതെ ഒന്നുമില്ല, കാരണം പൈസക്ക് അത് ചോദിക്കണേ, ഞങ്ങൾ വെറുതെ എന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ നെണ്ടിനെയൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് അതിനെ വിട്ടുട്ടോ. കാരണം ഇവിടുന്ന് ഞാൻ നമ്മളെ മണ്ണാർക്കാട് എത്താൻ എത്ര ദൂരമുണ്ട്. അപ്പോഴേക്കും നെണ്ട് വേറെ എവിടെയെങ്കിലും കയറി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രശ്നമാവും. ഇങ്ങനെ കണ്ട തോണിയിൽ മീനുകളൊക്കെ ഇങ്ങനെ ഇനി ചെമ്മീൻ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തോണിയിൽ ചെമ്മീൻ കൊടുന്ന് നിൽക്കണം കേട്ടോ. അപ്പം നമ്മൾ ചെമ്മീൻ കുറച്ച് വാങ്ങാലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അടിപൊളി ചെമ്മീനാണെന്നൊക്കെ പറയുന്നുണ്ട്. കുറഞ്ഞ കാശിന് കിട്ടും, 150 രൂപയുള്ളൂ ഒരു ഓരി. 4 ഓരി വെക്കും കേട്ടോ അല്ലേ, ഒരു ഓരിക്ക് 150 രൂപ. ഒരു ഓരിയിൽ 2 കിലോനുണ്ടാവും കേട്ടോ, 2-2.5 കിലോനുണ്ടാവും ഒരു ഓരിയിൽ. കുഴപ്പമില്ല, അത് ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോഴേക്കും അത് അങ്ങോട്ട് ഇതാവും എന്ന് വിചാരിച്ചിട്ട്, എന്നാലും ഒന്നും നോക്കാം, കുറച്ച് വലുതാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം നിന്നിട്ടോ, വെള്ളത്തിൽ കളിച്ചെങ്ങാണ്ട്. അപ്പോഴേക്കും നമ്മൾ ചെമ്മീൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ്. അങ്ങനത്തെ ആ ചെമ്മീൻ ഒരു ഭാഗം ഇട്ടു. പക്ഷെ ഞാൻ അന്തം മുട്ട് നിൽക്കുകയാണ് കേട്ടോ, കാരണം ഈ ഒരു ചെമ്മീൻ ഞാൻ എൻ്റെ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ബാഗിൽ കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ കേടുവരും എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങില്ല. അത് ആ ഒരു കൂട്ട് കണ്ടില്ലേ, ആ ഒരു കൂട്ടിന് 150 രൂപ കേട്ടോ. ആ ഒരു 2-2.5 കിലോനുണ്ടാവും ഫ്രഷായിട്ട്. ഇപ്പോൾ പിടിച്ചിങ്ങനെ ഐസ് ഇടാത്ത പിടിച്ച് കൊടുത്ത് ഇങ്ങനെ കച്ചവടം ചെയ്യുക. അത് ഞങ്ങൾ വാങ്ങാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ നേരെ അത് വാങ്ങാൻ നിന്നില്ല, നേരെ ഈ കക്കനെ പിടിച്ച് വാങ്ങിട്ടോ. കടലിലല്ലേ വന്നിക്കണേ. അപ്പോൾ കടലിൽ നിന്ന് സ്മെല്ലടിക്കാത്ത സാധനം, ഈ ഒരു സംഭവം തന്നെയുള്ളൂ സ്മെല്ലടിക്കാൻ നമുക്ക് വീട്ടിലോട്ട് എത്തുക എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് 2 കിലോ വാങ്ങിട്ടോ. അത് 2 കിലോ വാങ്ങി പാടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത്. എൻ്റെ പൊന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഇതിനെയും കൊണ്ട് ക്ലീൻ ചെയ്യാൻ ഒത്തിരി പാടായി. ഞങ്ങൾ ക്ലീൻ ചെയ്യാനൊക്കെ അവിടെ ഇവിടെ ചോദിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്ത്. അങ്ങനെ അവിടെ നിന്ന് നേരെ പോന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ അറിയുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ അവിടെ കോട്ടക്കൽ. ഞങ്ങൾ അറിയുന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവരെ വീട്ടിൽ പോയി സ്വത്തുവിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച്, കാരണം സ്വത്ത് വെള്ളത്തിൽ വീണിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് എന്താ പറയുക, മണൽ കണ്ണിലും മൂക്കിലും അതേമാതിരി മേലും ഒക്കെ മണലും ചളിയും ഒന്നായിട്ട് മണലായിരുന്നു. അത് ആ കടലിലത്തെ വെള്ളം കൊണ്ട് ഒന്നും കാട്ടിലും പോണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഓനെയൊക്കെ കുളിപ്പിച്ച് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ ഒത്തിരി വെറൈറ്റി ഐറ്റംസ്, ഇത്രയും സ്നേഹമല്ലേ, നമ്മളെ സ്വന്തമല്ല, ബന്ധമല്ല, കൂടപ്പിറപ്പല്ല, എന്നാട്ടും നമ്മളെ ചങ്ക് പോലെ നമ്മളെ സ്വീകരിച്ച് നമുക്ക് നല്ല ഫുഡും തന്ന് നമ്മളെ കൂടെ അവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. കാരണം നമുക്ക് ഒരു പരിചയമുള്ളൊരു വ്യക്തിൻ്റെ വീട്ടിൽ ചെന്ന് ഇത്രയും ഒരു പരിഗണനയും സ്നേഹവും നമുക്ക് അത്രയും സ്നേഹമുള്ളൊരു ഐറ്റംസാണ് കേട്ടോ അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ആ സ്നേഹവും പിന്നെ അവരെ കാണാനുള്ളൊരിതും ഒക്കെ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടി. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ച് റാഹത്തായിട്ടോ കുറച്ച് റെസ്റ്റ് കൊടുത്ത്, പിന്നെ റെസ്റ്റ് എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പോകണം. നേരത്തെ എൻ്റെ പൊന്നി ഭയങ്കര ഇടിമഴയായിരുന്നു. പിന്നെ ഇടിമഴയും തോരാൻ വേണ്ടി കാത്തു കുത്തിയിരുന്നു. അതിൻ്റെ മുന്നേ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവാണ്ട് കേട്ടോ ഗേസ്. അങ്ങനെ ഞങ്ങൾ ഇവിടം വിട്ട് പോവുകയാണ്. ഭയങ്കര മഴ ഇടിയൊക്കെ ഉണ്ട്. ഒരു മഗ്‌രിബ് അല്ല, ഒരു 4 മണി 5 മണി ആയിക്കൂടും ഇവിടുന്ന് സ്ഥലം വിട്ടപ്പോൾ. അപ്പോൾ മഴ കാരണമാണ് കേട്ടോ 5 മണിയൊക്കെ ആയത്. അങ്ങനെ പോണ വഴിക്കനെ ഇത് കണ്ടോ, പോത്തുകളൊക്കെ ഇങ്ങനെ പോണു. ഭയങ്കര വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ബോറടിച്ചിട്ടില്ല. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.